മാന്തുരുത്തിയിൽ പ്ലാസ്റ്റിക് മാലിന്യ പ്ലാന്റ് വേണ്ടേ വേണ്ട എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ജനങ്ങൾ പ്രക്ഷോഭത്തിലേക്ക്. പെരിങ്ങമല പഞ്ചായത്തിൽ മാന്തുരുത്തി ചെറുമലക്കുന്നിൽ പിപ്പ കമ്പനിക്ക് നൽകിയ പ്ലാസ്റ്റിക് മാലിന്യ പ്ലാന്റിനുള്ള അനുമതി റദ്ദാക്കുന്നതിന് വേണ്ടി ജനകീയ സമിതി ശക്തമായ സമരപരിപാടികളുമായി രംഗത്തേക്കെത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് നിർദ്ദിഷ്ട പ്ലാസ്റ്റിക് സംസ്കരണ യൂണിറ്റ് വരുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു പ്ലാസ്റ്റിക് വരുന്ന വേസ്റ്റ് കുപ്പികൾ കൊണ്ടുവന്ന് സംസ്കരിച്ച് കൊണ്ടുപോകുന്നത് നല്ലതല്ലേ? അതിനെന്താണ് ദോഷം? ഈ കനാലുകളിൽ വലിച്ചെറിയുന്നത് അല്ലെങ്കിൽ റോഡ് സൈഡിൽ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ നമുക്കിവിടെ കൊണ്ടുവന്ന് സംസ്കരിക്കുന്നു എന്ന് പറയുന്നത് നല്ലതല്ലേ എന്ന് സ്വാഭാവികമായിട്ടും നമുക്കൊരു ചോദ്യം വരും. അപ്പോൾ അതിൻ്റെ നല്ല വശങ്ങളെക്കുറിച്ചും മോശം വശങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്ക് പിന്നീട് നിങ്ങൾ തീരുമാനിക്കുക. ഒരു ബൾക്കായിട്ട് പ്ലാസ്റ്റിക് ഇവിടെ കൊണ്ടുവരുന്നു. പ്ലാസ്റ്റിക് ഇവിടെ കൊണ്ടുവന്നിട്ട് അതിനെ ചിപ്സാക്കുകയാണ്, അതിനെ കീറി ചിപ്സാക്കുന്ന ഒരു യൂണിറ്റ്. ഞാൻ ചെറിയൊരു എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഭാഷ പറഞ്ഞാൽ അതിനെ കീറി നമ്മൾ ചിപ്സാക്കി അത് കൊണ്ടുപോകുന്ന ഒരു യൂണിറ്റാണ് ഇവിടെ വരുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് കത്തിക്കുന്നില്ല, പ്ലാസ്റ്റിക്കിനെ വേറൊന്നും ഇവിടെ ഡംപ് ചെയ്യുന്നില്ല, അപ്പോൾ സ്വാഭാവികമായിട്ടും മാലിന്യമില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ വേറൊരു വലിയൊരു അപകടകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിക്കിനെ കീറുമ്പോൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിനെ ഈ മൈക്രോ ചിപ്പുകളാക്കി മാറ്റുമ്പോൾ ഇതെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൈക്രോ പ്ലാസ്റ്റിക് അന്തരീക്ഷത്തിലേക്ക് ഉയരുകയാണ്. അതായത് 0.23 മൈക്രോൺ, ചെറിയ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത 0.2 ആകുമ്പോഴത്തേക്കും നമുക്ക് ബാക്ടീരിയയുടെ ഇത് പറഞ്ഞാൽ 0.2 ആണ് മൈക്രോൺ. അതിനേക്കാളും ചെറിയ മൈക്രോൺ അളവിലുള്ള പ്ലാസ്റ്റിക് ഡസ്റ്റുകൾ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കും. ഈ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന പ്ലാസ്റ്റിക് ഡസ്റ്റുകൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അറ്റ്മോസ്ഫിയറിൽ ഒരു പരിധിക്ക് മുകളിലോട്ട് പോവില്ല, അറ്റ്മോസ്ഫിയറിനകത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇതൊരു വായുമണ്ഡലത്തിനകത്ത് നിൽക്കുകയും ഇത് ഒരു ദിവസം നമ്മൾ കുറഞ്ഞത് ഇപ്പോൾ പെരിങ്ങമല പഞ്ചായത്തിലെ മാത്രം പ്ലാസ്റ്റിക് കൊണ്ടുവന്ന് ഇവിടെ വയ്ക്കുന്നില്ല. അപ്പോൾ പരമാവധി ഈ യൂണിറ്റ് ലാഭകരമാക്കി കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് പരമാവധി പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഇവിടെ വരണം. അങ്ങനെ വരുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഇവിടെ വളരെയധികം ഡംപ് ചെയ്യുകയും ഇതൊരു ദിവസം നമ്മൾ കുറഞ്ഞത് 5000 പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ചിപ്സ് ആക്കുന്നു എന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു മാസം 5000 ഗുണം 30, 1.5 ലക്ഷം പ്ലാസ്റ്റിക് കുപ്പികൾ ഇവിടെ ചിപ്സ് ആക്കും. ചിപ്സ് ആക്കുമ്പോഴത്തേനും ഈ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ അന്തരീക്ഷത്തിൽ ഇങ്ങനെ വ്യാപിച്ചു. ഈ അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്ന മൈക്രോ പ്ലാസ്റ്റിക്കുകൾക്ക് എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ട് നമ്മൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത അന്തരീക്ഷത്തിൽ വരുന്ന മൈക്രോ പ്ലാസ്റ്റിക്കുകൾ ഈ വായുമണ്ഡലത്തിൽ നിൽക്കുകയും നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മുടെ മൂക്കിലൂടെ നമ്മുടെ ലങ്സിലെത്തും. നമ്മുടെ ശ്വാസകോശത്തിലെ ചെറിയ എയർ സാക്കുകളുണ്ട്, വായു അറകൾ. ഈ വായു അറകളിൽ ഇത് ഫസ്റ്റ് ഡംപ് ചെയ്യപ്പെടും. ഇങ്ങനെ ഡംപ് ചെയ്യപ്പെടുന്ന മൈക്രോ പ്ലാസ്റ്റിക്കുകൾ നമ്മുടെ ബ്ലഡിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വരും. നമ്മൾ ശ്വസിക്കുമ്പോൾ റെസ്പിറേഷൻ പ്രോസസ്സ് നടത്തുമ്പോൾ ബ്ലഡിലേക്ക് ഈ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ പ്രവേശിക്കാം. ഇതൊരു കേവലം ഈ മാന്തുരുത്തി മാത്രം വരുന്നൊരു പ്രശ്നമല്ല. ഇത് ഒരു 8-10 കിലോമീറ്റർ എയർ ഡിസ്റ്റൻസ്, അതായത് പെരിങ്ങമല, പാങ്ങോട്, നന്ദിയോട് പഞ്ചായത്തിനകത്ത് ഈ ഒരു 3 വർഷം കഴിയുമ്പോൾ അന്തരീക്ഷം മുഴുവൻ ഈ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ നിറയുകയും ഒരു 10 പേരെ എടുക്കുമ്പോൾ കുറഞ്ഞതൊരു 5 പേര് ക്യാൻസർ രോഗികൾ, വൃക്കരോഗികളായിട്ട്, ഈ ബ്രെയിൻ ട്യൂമർ ബാധിച്ചവരായിട്ട്, ലിവർ പേഷ്യൻസ് ആയിട്ട് ഒക്കെ മാറാനുള്ള സാധ്യത വളരെ ദൂരമാണ്. ഇതാണ് ഇതിൻ്റെ ഒരു എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇതിന് സംഭവിക്കാമെന്ന വേറൊരു കാര്യമുണ്ട്. ഈ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ താഴെ മണ്ണിൽ, സോയിൽ പൊല്യൂഷനിലേക്ക്, മണ്ണിലേക്ക് വരും. മണ്ണിലേക്ക് വരും. ഇങ്ങനെ മണ്ണിൽ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കന്നുകാലികൾ ഭക്ഷിച്ചാൽ, ഇവിടെ നിന്ന് വരുന്ന ഈ ഇലവർഗ്ഗങ്ങൾ കന്നുകാലികൾ ഭക്ഷിച്ചാൽ എന്ത് ചെയ്യും? നമ്മുടെ ഫുഡ് ചെയിൻ, ഭക്ഷ്യശൃംഖല, ഈ ഭക്ഷ്യശൃംഖലയിലേക്ക് ഇത് വ്യാപിക്കും. ഭക്ഷ്യശൃംഖലയിലേക്ക് ഇത് വ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ പ്ലാസ്റ്റിക്കിൻ്റെ അംശം നമ്മുടെ ശരീരത്തിനകത്ത് വരും. ഒരിക്കലും ഈ പ്ലാസ്റ്റിക് മനുഷ്യ ശരീരത്തിന് ആവശ്യമായ സാധനമല്ല. ഇത് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് പറ്റും? ഇത് ശരീരം പുറന്തള്ളുവാനായിട്ട് ശ്രമിക്കും. പുറന്തള്ളൽ പ്രോസസ്സ് നടക്കില്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മുടെ സെല്ലുകളിൽ അബ്നോർമൽ ഗ്രോത്ത് ഉണ്ടാകും. ഈ അബ്നോർമൽ ഗ്രോത്ത് ഉണ്ടായി കഴിഞ്ഞാൽ വളരെ ഗൗരവമായ ക്യാൻസർ മാത്രമല്ല, അല്ലാതെ പല അസുഖങ്ങളും ഇതിലേക്ക് വരും. ഇവിടെ ഈ ലിവർ നമ്മുടെ ബ്രോങ്കോസൈറ്റസ് പോലെയുള്ള ശ്വാസകോശ രോഗങ്ങളുടെ കേന്ദ്രമായി ഈ മേഖല മാറും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ ഇതിനെ എതിർക്കപ്പെടുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമ്മളൊരു ഫാക്ടറി സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇത് ഈ നോയ്സ് പൊല്യൂഷൻ, ശബ്ദമലിനീകരണം ഭയങ്കരമാണ്. ഇങ്ങനെ ശബ്ദമലിനീകരണം ഉണ്ടാവാൻ പറ്റിയ സ്ഥലമല്ല ഇത്.
ഇതെന്ന് പറഞ്ഞാൽ അഗസ്ത്യമല ബയോസ്ഫിയറിൻ്റെ വളരെ കോർ മേഖലയാണ്. ഈ കോർ മേഖലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് 1 കിലോമീറ്റർ എയർ ഡിസ്റ്റൻസ് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വന്യജീവികളുടെ പ്രജനന കേന്ദ്രമാണ്. സ്വാഭാവികമായിട്ട് എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വന്യജീവികൾ ഈ കണ്ടിന്യൂസ് സൗണ്ട് വന്യജീവികളെ ആകർഷിക്കും. സ്വാഭാവികമായിട്ട് വന്യജീവികൾ പുറത്തേക്ക് ഇറങ്ങി വരാനും അപകടകരമായ രീതിയിൽ പെരുമാറാനുമുള്ള സാഹചര്യങ്ങളുണ്ടാകും. അപ്പോൾ ഇവിടുത്തെ ഒരു ബയോഡൈവേഴ്സിറ്റി അത് ബാധിക്കും. പിന്നെ അത് നമ്മുടെ സോയിൽ പൊല്യൂഷന് കാരണമാകും. പിന്നെ എയർ കണ്ടാമിനേഷൻ, നമ്മുടെ വായു പൂർണ്ണമായിട്ട് മലിനമാകും. ഒരു 3 വർഷം കഴിയുമ്പോൾ ഇവിടെ ജനിക്കുന്ന കുട്ടികൾ അവർ ജന്മന നമ്മൾ മറ്റേ ഇവിടെ കണ്ടതുപോലെ കാസർഗോഡ് എൻഡോസൾഫാൻ പ്രയോഗിച്ചപ്പോൾ കണ്ടതുപോലെ ജനിക്കുന്ന കുട്ടികൾ അംഗവൈകല്യമുള്ളവരായിട്ട് അസുഖബാധിതരായിട്ട് ഇവിടെ ഉള്ള ആൾക്കാർ ഇതിപ്പോൾ ഇവിടെയല്ലേ വരുന്നത്, മറ്റേ ഇതിൻ്റെ ചുറ്റുപാടിനുള്ളവർ ഇപ്പം പറയും ഇത് മാന്തുരുത്തിയിലല്ലേ വരുന്നത്, അപ്പോൾ ഞങ്ങൾ പാലോടുള്ളവർക്ക് എന്താണ്, പെരിങ്ങമലയുള്ളവർക്ക് എന്താണ്, ഇതിവിടെ ഒരു വലിയൊരു സേവനമാണ് എന്നൊക്കെ പറയും. ശരിക്കും ഇതൊരു സേവനമാണോ? നമ്മുടെ ആവശ്യം മാലിന്യം അതാത് കേന്ദ്രങ്ങളിൽ സംസ്കരിക്കപ്പെടുക. എല്ലായിടത്തും ഉള്ള പ്ലാസ്റ്റിക് കുപ്പികൾ ഒരിടത്ത് കൊണ്ടുവന്ന് ബൾക്കായി ഡംപ് ചെയ്ത് അവിടെ സംസ്കരിക്കുന്ന രീതിയെയാണ് നമ്മൾ എതിർക്കുന്നത്. അങ്ങനെയുള്ള മാലിന്യ സംസ്കരണങ്ങൾ നല്ലതിനല്ല. അത് ഭയങ്കരമായിട്ട് ഒരു പ്രദേശത്തെ ഭയങ്കരമായിട്ട് മലിനമാക്കി. ഇവിടെ ഒരു ഈ പറയുന്ന ഇപ്പോൾ ഒരു വികസന പ്രവർത്തനങ്ങളോ ഒരു സംസ്കൃത യൂണിറ്റുകളോ വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് വികസന വിരോധമാണ്. ഇവിടെ വരാം, പക്ഷേ അതിന് ഇത് ശീതീകരിച്ച മുറിയിൽ ഈ മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ ഒരു കണം പോലും പുറത്തു പോകാതെ അത് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന സാങ്കേതിക വിദ്യ, ആ സാങ്കേതിക വിദ്യ ഇംപ്ലിമെന്റ് ചെയ്ത് വേണം ഇങ്ങനെയുള്ള പ്ലാന്റുകൾ സ്ഥാപിക്കാൻ. ഇവിടെ ഈ പ്ലാന്റിന്റെ ഒരു പാരിസ്ഥിതിക പഠനം ഇവിടെ നടന്നിട്ടില്ല. എന്ത് ഇമ്പാക്റ്റ് ആണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് നടന്നിട്ടില്ല. അങ്ങനെ നടക്കാതെ എങ്ങനെയാണ് ഇവിടെ പ്രവർത്തിക്കുവാനുള്ള അനുവാദം കിട്ടിയത്? എങ്ങനെയാണ് അധികൃതരെ അറിയാതെയാണോ ഇവിടെ ഇപ്പോൾ എന്തായാലും ഒരു സ്ഥാപനം തുടങ്ങണമെങ്കിൽ ഇവിടെ ഇലക്ട്രിസിറ്റി കണക്ഷൻ കിട്ടണമെങ്കിൽ അധികൃതർ അറിയണം. അപ്പോൾ അങ്ങനെ അറിയാതെയല്ല ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിനൊരു ഭയങ്കരമായൊരു ഗൂഢാലോചന നടന്ന് ഇപ്പൊ സമരത്തിന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയും എന്നാൽ സമരത്തിന്റെ പിറകെ നിന്നുകൊണ്ട് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അവരെല്ലാവരും മനസ്സിലാക്കാനുള്ളത് ഇങ്ങനെ ഒരു പ്ലാന്റ് ഇവിടെ വരുന്നതോടുകൂടി ഈ നാടിന്റെ പാരിസ്ഥിതികമായ സന്തുലനാവസ്ഥ നഷ്ടപ്പെടും, ഈ നാട്ടിലെ ജീവിത സാഹചര്യം നഷ്ടപ്പെടും. ഇവിടെ ജനിക്കുന്ന കുട്ടികളും ഇവിടെ ജീവിച്ചിരിക്കുന്നവരിൽ 5 പേരിൽ കുറയാതെ മാരക രോഗത്തിന് അടിമപ്പെടും. മാത്രമല്ല ഈ സോയിൽ മുഴുവൻ മൈക്രോ പ്ലാസ്റ്റിക് ഡംപ് ചെയ്യുന്നതോടുകൂടി ഈ സോയിൽ മുഴുവൻ മലിനമാക്കപ്പെടും. ഇവിടുത്തെ വെള്ളം മലിനമാക്കപ്പെടും, ഇവിടുത്തെ ഭക്ഷ്യശൃംഖല മലിനമാക്കപ്പെടും. വായു, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അപകടം, വായു മേഖല മലിനമാക്കപ്പെടുന്നു എന്നുള്ളത്. ഇനി നമ്മൾ തീരുമാനിക്കും ഇത് വേണമോ ഇത് വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ ജനങ്ങളാണ്. ഇതിവിടെ സ്ഥാപിക്കാൻ പോകുന്നത് ഒരു യുവ സംരംഭകനാണ്. ആ യുവ സംരംഭകൻ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഇവിടെ എന്ത് സ്ഥാപിക്കാൻ പോകുന്നത് എന്ന സാങ്കേതിക വിദ്യ, അയാൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്ന സാങ്കേതിക വിദ്യ പൊതുജനങ്ങളോട് പറയാൻ തയ്യാറാണ്. ആ സാങ്കേതിക വിദ്യ പൊതുജനങ്ങളോട് പറഞ്ഞാൽ മാത്രമേ ഈ പറഞ്ഞ ശീതീകരിച്ച മുറിയിൽ ഈ വരുന്ന മൈക്രോ പ്ലാസ്റ്റിക്കുകൾ പുറത്തു പോകാതെ അബ്സോർബ് ചെയ്യാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയാണ് ഇവിടെ സ്ഥാപിക്കുന്നത്. ഇനി പുറത്തുനിന്ന് വരുന്ന ഡെയിലി വരുന്ന ഈ പ്ലാസ്റ്റിക്കുകൾ എവിടെ സംസ്കരിക്കപ്പെടും, എവിടെ ഡംപ് ചെയ്യപ്പെടും? ഇനി ഡംപ് ചെയ്യപ്പെടുമ്പോൾ അതിൽ വരുന്ന ലേബലുകളുണ്ട്. ലേബലുകൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ 0.5 മൈക്രോണിന് താഴെയാണ് ഈ പ്ലാസ്റ്റിക് ലേബലുകൾ. ആ പ്ലാസ്റ്റിക് ലേബലുകൾ ഒരിക്കലും ചിപ്സാക്കാൻ പറ്റില്ല. ഒന്നുകിൽ ആ പ്ലാസ്റ്റിക് ലേബലുകൾ കത്തിച്ചു കളഞ്ഞാൽ ഉണ്ടാകുന്ന പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എയർ പൊല്യൂഷൻ ഉൾപ്പെടെയുള്ള വലിയ അപകടമാണ്. പിന്നെ ഇത് സംഭവിക്കാൻ പോകുന്നത് ഇത് കൂട്ടിയിട്ട് കുറേ ഇങ്ങനെ കൂട്ടി ഈ ലേബലുകൾ ഒരു ദിവസം 5000 കുപ്പിയുടെ ലേബൽ 5000, ഒരു മാസം ആകുമ്പോൾ 1.5 ലക്ഷം ലേബലുകൾ ഈ പ്രദേശം മുഴുവൻ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്ന ഒരു സാഹചര്യങ്ങൾ വരും. ഇവിടെ എന്താണ് തുടങ്ങാൻ പോകുന്നത് എന്ന് വ്യക്തമായി ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ആ തുടങ്ങാൻ പോകുന്ന അതോറിറ്റിക്കുണ്ട്. ഇവിടെ ഈ പ്ലാസ്റ്റിക് സംസ്കരണം അല്ലെങ്കിൽ മാലിന്യ സംസ്കരണം എന്നൊക്കെ പറയുന്നത് പലയിടത്തും നമ്മൾ കണ്ടിട്ടുള്ളത് നഗരമാലിന്യം ഗ്രാമപ്രദേശങ്ങളിൽ കൊണ്ടുവന്ന് ഡംപ് ചെയ്യാനുള്ള ഒരു രീതിയായിട്ടാണ് ഈ മാലിന്യ സംസ്കരണങ്ങൾ കണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെയുള്ള രീതിയാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുകയാണ്. പുറത്തുനിന്ന് വരുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ ഇവിടെ ഡംപ് ചെയ്യാനുള്ള രീതിയാണോ? അപ്പോൾ ഇവിടെ എന്താണ് തുടങ്ങുന്നത് എന്ന് വ്യക്തമായി പറയുവാനെങ്കിലും ഇതിന്റെ അധികൃതർ തയ്യാറാകണ്ടേ?